ഹായ് സർ. സർ, ഈ DBS പ്രൊസീജിയർ ഡിസ്റ്റോണിയ എന്ന രോഗലക്ഷണത്തിന് ഫലിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? ഈ ഡിസ്റ്റോണിയ എന്ന് പറയുന്ന രോഗലക്ഷണം അമിതമായ പൊളച്ചിൽ, അഥവാ കഴുത്ത് തിരിഞ്ഞു പോവുക, കൈ തിരിഞ്ഞു പോവുക, നടുവും ദേഹവും തിരിഞ്ഞു പോവുക മുതലായ ഒരു കണ്ടീഷനാണ് ഡിസ്റ്റോണിയ. അപ്പോൾ ഈ ഡിസ്റ്റോണിയ അബ്നോർമലായിട്ടുള്ള മസിൽ കൺട്രാക്ഷൻസ് തലച്ചോറിൽ നിന്ന് സിഗ്നൽ വരുന്നത് കൊണ്ട് സംഭവിക്കുന്ന ഒരു രോഗമാണ്. ഡിസ്റ്റോണിയ ഉണ്ടാവാനായിട്ട് വിവിധ തരം കാരണങ്ങൾ നമ്മൾ കണ്ട്, ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുവരാം, ജനിക്കുന്ന സമയത്തെ ബുദ്ധിമുട്ടുകൾ കൊണ്ടുവരാം, ചില പ്രത്യേക തലച്ചോറിൻ്റെ തേയ്മാന രോഗങ്ങളിൽ നമുക്ക് ഡിസ്റ്റോണിയ കാണാം. അപ്പോൾ ഇതിലൊരു ഗ്രൂപ്പ് ഓഫ് അസുഖങ്ങളാണ് പ്രൈമറി ജനറലൈസ്ഡ് ഡിസ്റ്റോണിയ. അഥവാ MRI നമ്മൾ എടുത്തു നോക്കിയാൽ കംപ്ലീറ്റ് ആയിട്ട് നോർമലായിരിക്കും, പക്ഷേ കുട്ടികൾക്കോ അല്ലെങ്കിൽ മുതിർന്നവർക്കോ ഈ പറയുന്ന ഡിസ്റ്റോണിയ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകും. അപ്പോൾ ഈ പ്രൈമറി ജനറലൈസ്ഡ് ഡിസ്റ്റോണിയ ഉള്ള രോഗികൾക്ക് മരുന്നുകൊണ്ട് വലിയ പ്രയോജനം ഒരിക്കലും കിട്ടാറില്ല. അങ്ങനത്തെ രോഗികൾക്ക് ശരിക്കും ഈ DBS എന്ന് പറയുന്നതാണ് ദ ട്രീറ്റ്മെൻറ്റ്. പാർക്കിൻസൺ രോഗത്തേക്കാൾ ഡിസ്റ്റോണിയ രോഗത്തിന് DBS ചികിത്സ കൊണ്ട് ഗുണം കിട്ടും. കാരണം പാർക്കിൻസൺ ഒരു തേയ്മാന രോഗമാണ്. ഈ പ്രൈമറി ജനറലൈസ്ഡ് ഡിസ്റ്റോണിയ തലച്ചോറിൻ്റെ തേയ്മാന രോഗമല്ല. അപ്പോൾ അവർക്ക് ലൈഫ് എത്ര കാലമുണ്ടോ അത്രയും കാലം ഈ DBS കൊണ്ടുള്ള പ്രയോജനം കിട്ടുകയും ഏകദേശം കൃത്യമായ പേഷ്യൻറ്റിനെ സെലക്ട് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 80 മുതൽ 90% വരെ ഈ ഡിസ്റ്റോണിയ മാറുകയും അവർക്ക് തിരിച്ച് നോർമൽ ലൈഫിലേക്ക് പോകാനും സാധിക്കും. താങ്ക് യു സർ.